നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഉടനെന്നും അവസാനിക്കില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതോടെ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു എന്നുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ പാർലമെന്റിന്റെ തീരുമാനം വെടിനിർത്തലിന് അനുകൂലമാകണ്ടെന്നാണ്. ഇസ്രായേലിന്റെ പൗരന്മാരെ ബന്ദികളാക്കി വച്ചിരിക്കുന്ന ഹമാസ് ആ പൗരന്മാരെ വിട്ടയച്ചാൽ മാത്രം വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ. അതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് ഹമാസ് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. എന്നാൽ ശനിയാഴ്ച ഏറെക്കുറെ വെടിനിർത്തലിന് ഇസ്രായേൽ അംഗീകാരം നൽകുകയും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഇസ്രായേലിന്റെ നിലപാടിൽ മാറ്റമുണ്ടായി. പ്രത്യേകിച്ച് ഹമാസിന്റെ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇനി ഒരു ഒത്തുതീർപ്പിന്റെയും സാഹചര്യമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ ഇസ്രായേലി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് തൊട്ടു മുൻപായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടുകയുള്ളൂ. മറ്റു ചില തന്ത്രങ്ങൾ കൂടി ഇസ്രായേൽ പയറ്റുകയാണെന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഒരു കാരണവശാലും ഹമാസ് അവരുടെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറല്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ പോലും ഏകപക്ഷീയമായി ആ കരാറിൽ നിന്നും ഹമാസ് പിന്നോട്ട് പോകും. ആദ്യഘട്ടത്തിൽ 7 ദിവസം വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ 8ാം ദിവസം പൊടുന്നനെ വെടിനിർത്തൽ കരാറ് ലംഘിച്ചത് ഹമാസാണ്. ആ 7 ദിവസത്തെ വെടിനിർത്തൽ കൊണ്ട് ഗുണമുണ്ടായത് ഹമാസിന് മാത്രമാണ്. ഹമാസ് വലിയ തോതിലുള്ള ആയുധങ്ങൾ ശേഖരിച്ചു. ഹമാസിന്റെ തീവ്രവാദ നേതാക്കന്മാർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സുരക്ഷിതമായ ഇടത്തേക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു. ഇതുപോലെ മറ്റൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിലൂടെ ഹമാസ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഹമാസിന്റെ ഭീകരവാദികൾക്ക് ആയുധങ്ങൾ വേണം. അവരുടെ പക്കലുള്ള സൈനിക ശേഷി പൂർണ്ണമായും തീർന്നു തുടങ്ങിയിരിക്കുന്നു. ആയുധങ്ങളില്ലാതെ, പോരാടാൻ വെടിക്കോപ്പുകളില്ലാതെ പകച്ചു നിൽക്കുന്ന ഹമാസുകാർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയാണ് ഖത്തർ ഇടനിലക്കാരായി നിന്ന് വെടിനിർത്തലിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കില്ല. അതേസമയം കൂടുതൽ നാശം ഗാസയിൽ അനുവദിക്കാനാകില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് വെടിനിർത്തിക്കൂടാ എന്ന് ഇസ്രായേലിനോട് അമേരിക്ക ചോദിക്കുന്നു. എന്തായാലും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലം ഇസ്രായേൽ യുദ്ധമുഖത്ത് നിന്നത്. വലിയ തോതിലുള്ള സൈനിക സഹായം, ആയുധ സഹായം എല്ലാം നൽകിയത് അമേരിക്കയാണ്. അതുകൊണ്ട് പൂർണ്ണമായും അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക്, നിലപാടിലേക്ക് ഇസ്രായേൽ പോകാൻ സാധ്യതയില്ല. എന്നാൽ ഇസ്രായേലിന്റെ തീരുമാനത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ അമേരിക്കയും മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ തോതിലുള്ള ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേൽ സേന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ സേന ഗാസ ഈജിപ്റ്റ് അതിർത്തിയായ റഫയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. അതായത് 10 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് റഫയിലാണ്. തെക്കൻ ഗാസയിലെ ആക്രമണത്തിന് ശേഷം റഫയിലേക്ക് ഇസ്രായേൽ സൈനിക നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ റഫ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾക്ക് ഈജിപ്തിലേക്ക് കടക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ വാർത്തകൾ സൂചിപ്പിച്ച പോലെ ഗാസയിൽ നിന്നും പരമാവധി പാലസ്തീനികളെ ഒഴിവാക്കുക, ഗാസയെ ഒരു മുസ്ലിം രഹിത രാജ്യമാക്കുക, ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അപ്പോൾ റഫ അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി അവിടെയുള്ള അഭയാർത്ഥികൾക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ഈജിപ്തിലേക്കാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് അവർ പലായനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഗാസയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. ഗാസയിലേക്ക് അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അങ്ങനെ പാലസ്തീനികൾ ഇല്ലാത്തൊരു ഗാസ എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം.
നേരത്തെ ഗാസാവാസികളെ സ്വീകരിക്കാൻ വേണ്ടി ലോകത്തോട് ലേലം വിളിച്ചിരുന്നു ഇസ്രായേൽ. ഗാസ നിവാസികളെ ആ ലോകത്തെ ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും നൽകാം, അവർ അഭയാർത്ഥികളായി ഇവരെ കൊണ്ടുപോകൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ യുദ്ധത്തിന്റെ അവസാനം ഹമാസ് മുക്തമായ പാലസ്തീനികളില്ലാത്ത ഒരു ഗാസയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ആ ഗാസയുടെ പൂർണ്ണമായ സുരക്ഷാ ചുമതലയും അധികാരവും ഇസ്രായേലിന്റെ പക്കലായിരിക്കും. അവിടെ പിന്നീട് ഇസ്രായേലിനെതിരായ ഒരു പ്രവർത്തനവും ഇസ്രായേലിനെതിരായ ഒരു നീക്കവും വളരാനോ തുടങ്ങാനോ ഇസ്രായേൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധമായ കാര്യം. മറുഭാഗത്ത് ചെങ്കടലിലാണെങ്കിൽ വീണ്ടും അശാന്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. യമനിലേക്ക് വലിയ തോതിൽ ആക്രമണം അമേരിക്ക നടത്തുന്നു. ഹൂതി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഹൂതി വിമതരുടെ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് കടുത്ത വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തച്ചു തകർത്തിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണത്തിൽ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയാണ് ഹൂതികൾക്കുള്ളതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനിൽ നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹൂതികൾ അമേരിക്കൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്തിയതെന്നുള്ളതിന്റെ തെളിവുകൾ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നേരിട്ട് ഇറാനെ ആക്രമിക്കേണ്ടതില്ല, മറിച്ച് ഹൂതികളെയും ഹിസ്ബുള്ളയും തീർത്ത ശേഷം ഇറാനിലേക്ക് തിരിയാമെന്നുള്ളതാണ് അമേരിക്കയുടെ നീക്കം. വളരെ ശക്തമായ രീതിയിലുള്ള സൈനിക വിന്യാസമാണ് ചെങ്കടലിൽ ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം വഴിമാറി മറ്റു രാജ്യങ്ങളുമായുള്ള യുദ്ധങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളും പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുകയാണ്. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം അവരിപ്പോൾ ചെങ്കടലിൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു. ചെങ്കടലിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ, ആവശ്യമെങ്കിൽ ഇറാന് നേരെ അടക്കം ആക്രമണത്തിനുള്ള പദ്ധതി ഇടുകയാണ് ഇപ്പോൾ അമേരിക്കൻ സേനയും ബ്രിട്ടീഷ് സൈന്യവും. ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തെ സാരമായി ഈ പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടൽ വഴിയുള്ള ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ ആദ്യം ചെയ്തത്. ഇതിന് പൂർണ്ണമായ പിന്തുണ ഇറാന്റേതായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ചരക്ക് കപ്പലുകളെ ഈ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചു. ഇതോടുകൂടിയാണ് ചെങ്കടലിൽ സുരക്ഷ ഒരുക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. പിന്നാലെ ബ്രിട്ടന്റെ സൈന്യം അവിടെ എത്തി. നിരവധി രാജ്യങ്ങളുടെ സൈന്യങ്ങളുടെ സംയുക്ത സേനാ വിഭാഗമാണ് ചെങ്കടലിൽ സുരക്ഷ ഒരുക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ ഹൂതികളും അവരുടെ സൈനിക ബലം വർദ്ധിപ്പിച്ചു. ഇസ്രായേലിന്റെ പരിപൂർണ പിന്തുണയുണ്ട്, സിറിയയുടെ പിന്തുണ ഹൂതികൾക്കുണ്ട്, യമന്റെ പൂർണ്ണ പിന്തുണ ഹൂതികൾക്കുണ്ട്, ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ട്. ഇങ്ങനെ ഹൂതികളുടെ ആക്രമണം അതിരൂക്ഷമായി വീണ്ടും തുടരുകയാണ്. ഇതുവരെ 27ഓളം ചരക്ക് കപ്പലുകളെയാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഡ്രോണുകളെ അമേരിക്കൻ മിസൈലുകൾ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നാലെ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതിലാണ് 3 അമേരിക്കൻ ഭടന്മാർ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി ഇനി തിരിച്ചടി എന്നത് മാത്രമാണ് ഉപായം എന്ന് അമേരിക്ക തിരിച്ചറിയുകയും ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഹൂതികളെ പൂർണ്ണമായും തീർക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം രൂക്ഷമാക്കുമ്പോൾ അപ്പുറത്ത് ഹൂതികൾക്ക് നേരെ, ഹിസ്ബുള്ളയ്ക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും വലിയ യുദ്ധകാഹളം മുഴക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം.